ഹായ്, വെൽക്കം ടു ടേസ്റ്റി ബ്ലിറ്റ്സ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറിയാണ്. കപ്പയും ചോറും അതിലൂടെ നമ്മുടെ ഈ ഒരു ബീഫ് കറിയും കൂടെ കൂട്ടി കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണേ. അതുപോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോയാലോ? ബാ. ആദ്യമായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഇരുമ്പ് ചീനച്ചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും ബീഫ് കറി. വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാനിവിടെ 2 കിലോ ബീഫാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാണ് ഇത്രയും ക്വാണ്ടിറ്റിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളത്. ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയൊക്കെ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത് ആഡ് ചെയ്യാം. വെളുത്തുള്ളി 2 കുടം എടുത്തിട്ടുണ്ട്. അതുപോലെ പച്ചമുളക് 4 എണ്ണം, ഇഞ്ചി ഒരു വലിയൊരു കഷ്ണം ചെറുതായി അരിഞ്ഞത്. എല്ലാം കൂടെ നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറണം, അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സവോള ആഡ് ചെയ്യാം. ഞാനിവിടെ വലിയ സവോള 4 എണ്ണം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി കൊച്ചുള്ളി ആണെങ്കിൽ അത് യൂസ് ചെയ്യാം. 2 കിലോ ബീഫ് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ 4 സവോള എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എത്രയാണോ ബീഫ് എടുക്കുന്നത് അതിനനുസരിച്ച് സവോള ആഡ് ചെയ്താൽ മതിയാവും. സവോളയൊക്കെ ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്ക് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. സവോള പെട്ടെന്ന് വഴണ്ട് വരാനായിട്ട് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. സവോളയൊക്കെ വഴണ്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് ബീഫ് വേവിച്ചെടുക്കാം. എൻ്റെ ആ ഒരു വീഡിയോ സ്കിപ്പായി പോയിട്ടുണ്ട് കേട്ടോ. കുക്കറിൽ ബീഫും അതുപോലെ തന്നെ 1/4 ഗ്ലാസ് വെള്ളവും 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ് എന്നിവയിട്ട് 4 വിസിൽ വരെ നമുക്ക് കേൾക്കുന്ന തരത്തിൽ വേവിച്ചെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, തണുത്തതിന് ശേഷം ഞാൻ കുക്കറിൻ്റെ അടപ്പൊന്ന് തുറന്നിട്ടുണ്ട്. നമ്മുടെ ബീഫൊക്കെ നല്ലതുപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. സവോളയൊക്കെ പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാനായിട്ട് ഞാനൊന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, ഇപ്പോൾ സവോളയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മുടെ സവോളയൊക്കെ ഏകദേശം റെഡി ആവാറായിട്ടുണ്ട്. നല്ലോണം ഇളക്കിയെടുക്കണം. അടിക്ക് പിടിക്കരുത് കേട്ടോ, പെട്ടെന്ന് അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ടിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ ഗോൾഡൻ നിറമായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തക്കാളി ആഡ് ചെയ്യാം. ഞാനിവിടെ 3 മീഡിയം വലിപ്പത്തിലുള്ള തക്കാളിയാണ് ആഡ് ചെയ്യുന്നത്. തക്കാളി പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് ഇതിങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. സവോള അതിൻ്റെ പുറത്ത് മൂടിയൊന്ന് വെക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊരു അടപ്പെടുത്ത് അടച്ച് വെക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ ഒരു തക്കാളിയൊക്കെ വെന്ത് കിട്ടും. ഏകദേശം ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ തക്കാളിയൊക്കെ നല്ലതുപോലെ സോഫ്റ്റായി വെന്ത് കിട്ടിയിട്ടുണ്ട്. എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായി നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. ആദ്യമായിട്ട് മഞ്ഞൾപ്പൊടി. നമ്മൾ ബീഫ് വേകുന്ന സമയത്ത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 1/2 ടീസ്പൂണും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് മുളക് പൊടി ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. 2 കിലോ ബീഫ് ആയതുകൊണ്ടാണ് 4 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നത്. അടുത്തതായിട്ട് മല്ലിപ്പൊടി ആഡ് ചെയ്യാം. മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂണാണ് ആഡ് ചെയ്യുന്നത്. അടുത്തതായി 1 ടേബിൾ സ്പൂൺ ഗരം മസാല കൂടി ആഡ് ചെയ്യുന്നുണ്ട്. കൂടെ തന്നെ മീറ്റ് മസാലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ബീഫ് കറിക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടുന്നത്. എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഹൈ ഫ്ലെയിമിലാവരുത് കേട്ടോ, എങ്കിൽ ഈ ഒരു പൊടികളൊക്കെ അടിക്ക് പിടിച്ച് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടാണ് നല്ലതുപോലെ നമുക്ക് വഴറ്റിയെടുക്കാം. പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. കണ്ടില്ലേ, നമ്മുടെ സവോളയും തക്കാളിയും അതുപോലെ തന്നെ നമ്മൾ ചേർത്ത പൊടികളും എല്ലാം കൂടെ നല്ലതുപോലെ മിക്സായി നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് ആഡ് ചെയ്യാം. നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുള്ള ബീഫാണ്. കണ്ടില്ലേ, ആ ബീഫിൽ നിന്നൊക്കെ വെള്ളമൊക്കെ ഊറി വന്ന് നല്ലതുപോലെ വെള്ളമൊക്കെ ആയിട്ടുണ്ട്. ഞാനിവിടെ കറിയാണ് കേട്ടോ വെക്കുന്നത്, അതുകൊണ്ട് ഞാൻ അത്രയും വെള്ളം യൂസ് ചെയ്യുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര ഗ്രേവി വേണ്ട, കറിയായിട്ടല്ല തിക്കായിട്ടാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ വെള്ളം കുറയ്ക്കാവുന്നതാണേ.
ഫ്ലെയിം ഇപ്പോൾ ഹൈ ഫ്ലെയിമിലാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ നല്ലതുപോലെ തിളച്ച് വരേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട്. ബീഫ് ആ ഒരു ഗ്രേവിയിലോട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുന്ന തരത്തിൽ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ ബീഫൊക്കെ നല്ലോണം ഒന്ന് തിളച്ച് തുടങ്ങുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ നമ്മൾ വെച്ചിരിക്കുന്നത്. നല്ലോണം ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതി ആവുമ്പോൾ നമുക്കൊരു മൂടി വെച്ചൊന്ന് അടച്ചു കൊടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിലായിരിക്കണം ഫ്ലെയിം ഇടേണ്ടത് കേട്ടോ. 10 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. 10 മിനിറ്റോളം ആയിട്ടുണ്ട്. ഞാനൊന്ന് മൂടി തുറക്കുന്നുണ്ടേ. കണ്ടില്ലേ, നമ്മുടെ ബീഫ് കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. നല്ലോണം എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ യൂസ് ചെയ്യരുത്. അരമണിക്കൂർ നമ്മളൊന്ന് അടച്ച് വെച്ചിരിക്കണം കേട്ടോ. നല്ലതുപോലെ സെറ്റ് ആയതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടേ. ഏകദേശം അരമണിക്കൂറായിട്ടുണ്ട് കേട്ടോ. നല്ല സെറ്റായിട്ടുണ്ട്. കണ്ടില്ലേ, വളരെ സൂപ്പറായിട്ട് നമുക്ക് ബീഫ് കറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.